Hi friends, welcome to iPlus Training Solutions. നമ്മൾ ഈ സെക്ഷനിൽ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് all about aggression ആണ്. നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ്, വളരെ ഫ്രീക്വൻ്റ്ലി കേൾക്കുന്ന ഒരു ടേമാണ് aggression. He is a very aggressive person, the action is very aggressive. ഇങ്ങനത്തെ ടേംസ് നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്നതാണ്. So what is aggression? What are the different theories of aggression? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ തന്നെ നോക്കുകയാണെങ്കിൽ സൈക്കോളജിയിൽ ഈ അഗ്രഷൻ എന്ന് പറയുന്ന ടേം റെഫർ ചെയ്യുന്നത് ഒരു റേഞ്ച് ഓഫ് ബിഹേവിയേഴ്സിനോടാണ് ദാറ്റ് ക്യാൻ റിസൾട്ട് ഇൻ ബോത്ത് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഹാം ടു യുവർ സെൽഫ്, അതേഴ്സ് ഓർ ഒബ്ജക്ട്സ് ഇൻ ദി എൻവയൺമെൻറ്റ്. അപ്പം അഗ്രഷന് നമ്മൾ സൈക്കോളജിയിൽ റെഫർ ചെയ്യുന്നത് എന്തായിട്ടാണ്? ഒരു റേഞ്ച് ഓഫ് ബിഹേവിയേഴ്സ് ആയിട്ടാണ്. ഇത് നമ്മൾ റിസൾട്ട് ചെയ്യും ഫിസിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഹാമിൽ. ഇറ്റ് കുഡ് ബി ടു യുവർ സെൽഫ്, ഇറ്റ് കുഡ് ബി ടു അതർ പീപ്പിൾ, ഇറ്റ് കുഡ് ബി ടു ഒബ്ജക്ട്സ് in the environment. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഗ്രഷൻ്റെ അടിയിൽ വരുന്ന എന്തൊക്കെയാണ്? ഇപ്പോൾ ഞാൻ എന്നോടുള്ള ദേഷ്യം കാരണം സെൽഫ് ഹാം ചെയ്യുകയാണെങ്കിൽ then that is a form of aggression. ഇല്ല, അതേസമയം വേറൊരാളോടുള്ള ദേഷ്യം കാരണം ഞാൻ അവരോട് അലക്കുകയാണ്, അപ്പോൾ അതും ഒരു ഫോം ഓഫ് അഗ്രഷനാണ് ടു someone else. അതേസമയം ഇപ്പം ആരോടെങ്കിലും ഉള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ഞാനൊരു ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ പേപ്പർ വലിച്ച് കീറുകയാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒബ്ജക്ട്സ് ഇൻ ദി എൻവയൺമെൻറ്റിനോടാണ്. സോ ഇവിടെ എന്താണ് അഗ്രഷൻ? ഒരു റേഞ്ച് ഓഫ് ബിഹേവിയർ ആണ് ദാറ്റ് ക്യാൻ റിസൾട്ട് ഇൻ ഫിസിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഹാം. അത് നമുക്കാവാം, ടു അതേഴ്സ് ആവാം, അല്ലെങ്കിൽ ടു ഒബ്ജക്ട്സ് ഇൻ ദി എൻവയൺമെൻറ്റും ആവാം. This type of behavior centers on harming another person either physically or mentally. വേറൊരാളെ ഹാം ചെയ്യുന്ന ബിഹേവിയറും ആവാം, അത് ഫിസിക്കലിയും ആവാം, മെൻ്റലിയും ആവാം. ഫിസിക്കലി എങ്ങനെ ആവാം? നമ്മൾ അടിക്കാം, അല്ലെങ്കിൽ നമുക്ക് തൊഴിക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫിസിക്കലിയാണ്. മെൻ്റലി എങ്ങനെയാണ്? യു യെല്ലിങ് അറ്റ് ദാറ്റ് പേഴ്സൺ, യു ബിറേറ്റിംഗ് ദാറ്റ് പേഴ്സൺ. നിങ്ങൾ ദേഷ്യം വരുമ്പോൾ പറയുമ്പോൾ അവർക്കത് ഹേർട്ടാവും. ഇതൊക്കെ മെൻ്റലിയും ആവാം. ഇതൊക്കെ മെൻ്റൽ ആക്ഷൻസ് ഓഫ് അഗ്രഷനാണ്. ഇവിടെ ഇറ്റ് ക്യാൻ ബി എ സൈൻ ഓഫ് എൻ അണ്ടർലൈങ് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ, സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ ഓർ എ മെഡിക്കൽ ഡിസോർഡർ. ഇത് ഈ അഗ്രഷൻ എന്ന് പറയുന്നത് ക്യാൻ ബി എ സൈൻ ഓഫ് മെനി തിങ്സ്. ഒന്നെങ്കിൽ ഒരു അണ്ടർലൈങ് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡറിൻ്റെ ആയിരിക്കാം. ചില മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർക്ക് വളരെ പ്രോൺ ആണ് ടു അഗ്രഷൻ ഓർ അഗ്രസീവ് ബിഹേവിയർ. അവർ വളരെ ഇറിറ്റബിൾ ആയിരിക്കാം വെൻ ദേ ഹാവ് എ സർട്ടൻ മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ. അതേപോലെ തന്നെ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ ഉള്ളവർക്കും ഇങ്ങനത്തെ അഗ്രഷൻ വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ആൽക്കഹോൾ അബ്യൂസ് ഉള്ള ആൾക്കാർക്ക്, ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, കള്ളു കുടിച്ചിട്ട് വീട്ടിൽ വരാം and then yelling at the family or berating their family or hitting them. ഇതൊക്കെ അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ. വൈ ഇസ് ദിസ് ഹാപ്പനിങ്? ബിക്കോസ് ഓഫ് ദ സബ്സ്റ്റൻസ് അബ്യൂസ്. അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഡിസോർഡറിൻ്റെ ഭാഗമായിട്ടും അഗ്രഷൻ നടക്കാം, അല്ലെങ്കിൽ അഗ്രഷൻ കോസ് ആവാം എന്നാണ് ഇവിടെ പറയുന്നത്. സോഷ്യൽ സൈക്കോളജിസ്റ്റ് എങ്ങനെയാണ് അഗ്രഷനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു ബിഹേവിയർ ആയിട്ടാണ് ദാറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു ഹാം അനദർ ഇൻഡിവിജ്വൽ ഹു ഡസ് നോട്ട് വിഷ് ടു ബി ഹാംഡ്. ബാരനും റിച്ചർഡ്സനും സോഷ്യൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് അഗ്രഷനെ ഒരു ബിഹേവിയർ ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്തൊരു ബിഹേവിയർ? ഒരു ബിഹേവിയർ ദാറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു ഹാം വേറൊരു ഇൻഡിവിജ്വൽ ഹു ഡസ് നോട്ട് വിഷ് ടു ബി ഹാംഡ്. ഹാംഡ് ആവണം എന്ന് ആഗ്രഹിക്കാത്തൊരു ഇൻഡിവിജ്വലിനെ ഹാം ചെയ്യുക, അതാണ് അഗ്രഷൻ എന്നാണ് ഇവിടെ ബാരനും റിച്ചർഡ്സനും സോഷ്യൽ സൈക്കോളജിയിൽ നമ്മുടെ അഗ്രഷനെ പറ്റി ഡിഫൈൻ ചെയ്തേക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് ദ പെർസെപ്ഷൻ ഓഫ് ഇൻറ്റെൻറ്റ്, വാട്ട് ലുക്സ് ലൈക്ക് അഗ്രഷൻ ഫ്രം വൺ പോയിന്റ് ഓഫ് വ്യൂ മേ നോട്ട് ലുക്ക് ദാറ്റ് വേ ഫ്രം അനദർ, ആൻഡ് ദ സെയിം ഹാംഫുൾ ബിഹേവിയർ മേ ഓർ മേ നോട്ട് ബി കൺസിഡേർഡ് അഗ്രസീവ് ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് ഇൻറ്റെൻറ്റ്. ഇവിടെ പെർസെപ്ഷൻ ഓഫ് ഇൻറ്റെൻറ്റ്, അതായത് ഉദ്ദേശം എന്നൊരു കാര്യം ഉള്ളതുകൊണ്ട് അഗ്രഷൻ എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം വേറൊരാൾക്ക് അഗ്രഷൻ എന്ന് തോന്നണം എന്നില്ല. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് കുട്ടികളെ അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ അവരെ നമ്മൾ അടിക്കുകയാണ്. സോ വൈ ആർ വി ഡൂയിങ് ദിസ്? ടു കറക്റ്റ് ദം, അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ചിലപ്പോൾ നമുക്ക് റൈറ്റ് ആയിട്ട് തോന്നിയേക്കാം, ബട്ട് വേറൊരു തേർഡ് പേഴ്സണിന് ചിലപ്പോൾ അവർക്കത് അഗ്രഷനായിട്ട് തോന്നിയേക്കാം. സോ ഇവിടെ ഇൻറ്റൻറ്റ് അല്ലെങ്കിൽ പെർസെപ്ഷൻ ഓഫ് ഇൻറ്റൻറ്റ് എന്നൊരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ വാട്ട് ലുക്സ് ലൈക്ക് അഗ്രഷൻ ഫോർ വൺ പേഴ്സൺ മൈറ്റ് നോട്ട് ലുക്ക് ലൈക്ക് അഗ്രഷൻ ഫോർ എ ഡിഫറെൻറ്റ് പേഴ്സൺ. ഇനി നമ്മൾ ഈ ഒരു ഏരിയയിൽ കവർ ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫോംസ് ഓഫ് അഗ്രഷൻ, പിന്നെ പേർപ്പസസ് ഓഫ് അഗ്രഷൻ, ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് അഗ്രഷൻ ആൻഡ് തിയറീസ് ഓഫ് അഗ്രഷൻ. എന്താണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് അഗ്രഷൻ, എന്താണ് പേർപ്പസസ് ഓഫ് അഗ്രഷൻ, പിന്നെ ഫാക്ടേഴ്സ്, നമ്മുടെ അഗ്രഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ആൻഡ് തിയറീസ് ഓഫ് അഗ്രഷനുമാണ് നമ്മൾ ഈ സെക്ഷനിൽ കവർ ചെയ്യാൻ പോകുന്നത്.
ഇപ്പോൾ അഗ്രഷൻ്റെ ഫോംസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അഗ്രഷൻ ക്യാൻ ടേക്ക് എ വെറൈറ്റി ഓഫ് ഫോംസ്. പല ഫോംസ് അഗ്രഷനിൽ എടുക്കാം. ഇപ്പോൾ ഫിസിക്കൽ ആവാം, വെർബൽ ആവാം, ഇമോഷണൽ ആവാം, മെൻ്റൽ ആവാം. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ അടിക്കുക, ഇടിക്കുക, തൊഴിക്കുക, ഇതൊക്കെ ഫിസിക്കലിൻ്റെ അടിയിൽ വരും. വെർബൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചീത്ത പറയുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അവരെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുകയാണ്, ഇതൊക്കെ വെർബൽ അഗ്രഷൻ എന്ന് പറയും. ചിലപ്പം നമ്മൾ ബാക്ക് ഹാൻഡഡ് കോംപ്ലിമെൻറ്റ്സ് കൊടുക്കുകയാണ്, അങ്ങനത്തെ കോംപ്ലിമെൻറ്റ്സ് വളരെ ഡീഗ്രേഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ വെർബൽ അഗ്രഷൻ്റെ അടിയിൽ വരും. ഇമോഷണൽ അഗ്രഷൻ എന്താണ്? ഇമോഷണൽ അഗ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ ഇമോഷണലി ഡിഗ്രേഡ് ചെയ്യാണ്. ആൻഡ് മെൻ്റൽ അഗ്രഷൻ, യു ആർ മെൻ്റലി ഹാമിങ് ദം. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് അഗ്രഷൻ എന്ന് നമ്മൾ പറയുന്നത്. While we often think of aggression as purely in physical forms such as hitting or pushing, psychological aggression can also be very dangerous, intimidating or verbally berating another person. Example are examples of verbal, mental and emotional aggression. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അഗ്രഷൻ, അയാൾ ഭയങ്കര അഗ്രസീവാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്താണ് അസ്യൂം ചെയ്യുന്നത്? അയാൾ അടിക്കാറുണ്ട്, ഇടിക്കാറുണ്ട്, തൊഴിക്കാറുണ്ട്. ഇതായിരിക്കും നിങ്ങൾ അസ്യൂം ചെയ്യുന്ന കാര്യം. പക്ഷേ ഫിസിക്കൽ അഗ്രഷൻ മാത്രമല്ല, മെൻ്റൽ അഗ്രഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെൻ്റൽ അഗ്രഷൻ്റെ അടിയിൽ എന്തൊക്കെ വരും? വളരെ ഇൻറ്റിമിഡേറ്റിംഗ് ആയിട്ടുള്ള ബിഹേവിയർ, അല്ലെങ്കിൽ വേർബലി ബിറേറ്റ് ചെയ്യുക. വേർബലി ബിറേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരാളെ താഴ്ത്തി കെട്ടുക. ഇതൊക്കെ എന്തിൻ്റെ അടിയിൽ വരും? ഇതൊക്കെ അഗ്രഷൻ്റെ അടിയിൽ വരും. സോ ഫിസിക്കൽ അഗ്രഷൻ മാത്രമല്ല അഗ്രഷൻ്റെ അടിയിൽ വേറെയും ഉണ്ട്. മെൻ്റൽ ആവാം, ഇമോഷണൽ ആവാം, വേർബലും ആവാം. സോ ഇവിടെ എന്തൊക്കെയാണ് അഗ്രഷൻ എന്ന് പറയുന്നത്? തൊഴിക്കുക, അടിക്കുക. ഇത് മാത്രമല്ല, ഇറ്റ് കെൻ ഓൾസോ ബി മെൻ്റൽ. ഒരാളെ ഇൻറ്റിമിഡേറ്റ് ചെയ്യുക, അവരെ ഗ്യാസ് ലൈറ്റ് ചെയ്യുക, എല്ലാം അവരുടെ തെറ്റാന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ മെൻ്റലി വളരെ താഴ്ത്തിക്കെട്ട് അവരുടെ കോൺഫിഡൻസ് ഇടിച്ച് തകർക്കുക. ഇതൊക്കെ ഫോംസ് ഓഫ് അഗ്രഷൻ ആണ്. ഇനി നമ്മൾ നോക്കുന്ന പേർപ്പസസ് ഓഫ് അഗ്രഷൻ. അഗ്രഷൻ ക്യാൻ സെർവ് എ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് പേർപ്പസസ്. അഗ്രഷന് പല പേർപ്പസസ് ഉണ്ട്. ഓക്കെ, അഗ്രഷന് ഒറ്റ പേർപ്പസ് മാത്രമല്ല, വെൻറ്റിംഗ് ഔട്ട് മാത്രമല്ല, അഗ്രഷന് പല പേർപ്പസസ് ഉണ്ട്. എന്താണ് ഈ ഡിഫറെൻറ്റ് പേർപ്പസസ് ഓഫ് അഗ്രഷൻ? ആദ്യം എന്ന് പറയുന്നത് ടു എക്സ്പ്രസ് ആങ്കർ ഓർ ഹോസ്റ്റിലിറ്റി. ആങ്കർ അല്ലെങ്കിൽ ഹോസ്റ്റിലിറ്റി എക്സ്പ്രസ് ചെയ്യാൻ, അത് വളരെ എവിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വൈ ഡു വി യൂസ് അഗ്രഷൻ? ചില സമയത്ത് ദേഷ്യം വരുമ്പോഴാണ് അത് എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് അഗ്രഷൻ എന്ന ബിഹേവിയർ. പിന്നെ വരുന്നത് ടു ഇൻറ്റിമിഡേറ്റ് ഓർ ത്രെറ്റൻ. ഒരാളെ ത്രെറ്റൻ ചെയ്യാൻ, ഒരാളെ ഭീഷണിപ്പെടുത്താൻ, അവരെ ഇൻറ്റിമിഡേറ്റ് ചെയ്യാൻ നമ്മൾ അഗ്രഷൻ ഉപയോഗിക്കും. നമ്മൾ ഒരാളെ വഴക്ക് പറയാണ്, ഇത് നീ ചെയ്തില്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യം നടക്കും എന്ന് പറയുകയാണെങ്കിൽ യു ആർ ട്രൈങ് ടു ഇൻറ്റിമിഡേറ്റ് ദം, യു ആർ ട്രൈങ് ടു സ്കെയർ ദം, യു ആർ ട്രൈങ് ടു ത്രെറ്റൻ ദം. ഇതും ഒരു എക്സ്പ്രഷൻ ഓഫ് ആങ്കർ ആണ്. സോ ദിസ് ഇസ് അഗ്രസീവ് ബിഹേവിയർ. ഇതൊരു പേർപ്പസ് ഓഫ് അഗ്രഷൻ ആണ്. പിന്നെ എ റിയാക്ഷൻ ടു പെയിൻ. ചില സമയത്ത് വേദന കാരണം നമ്മൾ അഗ്രസീവ് ആവുമായിരിക്കും. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് നമ്മൾ നടന്നു വരുന്ന വഴിക്ക് നമ്മുടെ ഏറ്റവും ചെറിയ വിരലുണ്ടല്ലോ കാലിൽ, അത് നമ്മുടെ ടേബിളിൽ അടിച്ചു എന്ന് വിചാരിക്കും. ഏറ്റവും അറ്റത്തെ കോർണറിൽ ടേബിളിൽ തൊട്ടു അല്ലെങ്കിൽ ഇടിച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ അത് ഭയങ്കര വേദനയുള്ള കാര്യം, എസ്പെഷ്യലി വെൻ ഇറ്റ്സ് ദ ലിറ്റിൽ ഫിംഗർ. മിക്കവാറും എല്ലാവർക്കും നടക്കുന്നൊരു കാര്യമാണ്. നമ്മൾ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ കട്ടിലിൻ്റെ അവിടെയോ അല്ലെങ്കിൽ ടേബിളിൻ്റെ അവിടെയോ നമ്മൾ ചിലപ്പോൾ ഇടിക്കുമായിരിക്കും. അപ്പോൾ ഇടിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ഒരു വേദന കാരണം നമ്മൾ ബെഡിലിട്ട് അടിക്കുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആ ഇടിച്ച സാധനത്തിന് ഒന്നുകൂടെ അടിക്കുമായിരിക്കും. ഇത് വളരെ കോമൺ ഫോം ഓഫ് അഗ്രഷനാണ്. വൈ? ബിക്കോസ് ഓഫ് പെയിൻ. ഈ പെയിൻ എക്സ്പ്രസ് ചെയ്യാനാണ്. പിന്നെ വരുന്നത് ടു അസേർട്ട് ഡോമിനൻസ്. നമ്മുടെ ഡോമിനൻസ് അസേർട്ട് ചെയ്യാനും നമ്മൾ അഗ്രഷൻ ഉപയോഗിക്കും. ഇപ്പോൾ ചില സമയത്ത് ഇൻ സർട്ടൻ ടോക്സിക് റിലേഷൻഷിപ്സ് ഡോമിനൻസ് അസേർട്ട് ചെയ്യാൻ ഇവിടെ അഗ്രഷൻ ഉപയോഗിക്കും. ദേ മൈറ്റ് യെൽ അറ്റ് ദെയർ പാർട്ട്ണർ, ദേ മൈറ്റ് ഹിറ്റ് ദെയർ പാർട്ട്ണർ. ഇതൊക്കെ അഗ്രഷനാണ്. എന്തിന്? ടു എക്സേർട്ട് ദെയർ ഡോമിനൻസ്. അവരുടെ ഡോമിനേറ്റിംഗ് നേച്ചർ ഒന്ന് എക്സേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ അഗ്രഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ ടു അച്ചീവ് എ ഗോൾ. ഒരു ഗോൾ അച്ചീവ് ചെയ്യാനും ചിലപ്പോൾ നമ്മൾ അഗ്രഷൻ ഉപയോഗിക്കും. ഒരു അഗ്രസീവ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് ഫിസിക്കലി, മെൻ്റലി നമ്മളൊരു കാര്യത്തിനെ പറ്റി അഗ്രസീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാനുള്ളൊരു ഇൻറ്റൻസ് ഡിസയർ എന്ന് പറയുന്നതും കൂടുതലായിരിക്കും. നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു ത്വര എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. സോ ഇവിടെ ടു അച്ചീവ് എ ഗോൾ ഓൾസോ വി യൂസ് അഗ്രഷൻ. പിന്നെ എ റെസ്പോൺസ് ടു ഫിയർ. ചില സമയത്ത് പേടിയുള്ള സമയത്ത് അതിനോടുള്ളൊരു റെസ്പോൺസ് ആയിട്ടും നമ്മൾ അഗ്രഷൻ എടുക്കും. ചില സിറ്റുവേഷൻസിൽ നമ്മൾ പേടിച്ചായിരിക്കും ഇരിക്കുന്നത്, ബട്ട് ഇൻസ്റ്റെഡ് ആ പേടി കാണിക്കുന്നതിന് പകരം നമ്മൾ ചിലപ്പോൾ അത് ദേഷ്യമായിട്ടായിരിക്കും കാണിക്കുന്നത്. ബട്ട് ഇവിടെ വി ആർ ആക്ച്വലി സ്കെയർഡ്, വി ആർ ആക്ച്വലി ടെറിഫൈഡ്. ഇവിടെ പിന്നെ വരുന്നത് ടു കമ്പീറ്റ് വിത്ത് അതേഴ്സ്. ബാക്കിയുള്ളവരുമായിട്ട് ഒരു കോമ്പറ്റീഷനിൽ ഇൻവോൾവ് ആകുമ്പോൾ, അല്ലെങ്കിൽ ടു കമ്പീറ്റ് വിത്ത് അതേഴ്സ് ഒരു അഗ്രഷൻ കാണും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നല്ല വടംവലി മത്സരം തന്നെ എടുത്തു. അപ്പോൾ രണ്ട് ടീംസിൻ്റെ സൈഡിലും ദേ വോണ്ട് ടു വിൻ. അപ്പോൾ ഇവിടെ കമ്പീറ്റ് ചെയ്യാൻ വേണ്ടി ദർ ഇസ് എ സർട്ടൻ ലെവൽ ഓഫ് അഗ്രഷൻ ഇൻ ദാറ്റ് ഗെയിം, ദർ ഇസ് എ സർട്ടൻ ലെവൽ ഓഫ് കോമ്പറ്റീഷൻ. അപ്പോൾ അത് കാണിക്കാനും നമ്മളിവിടെ അഗ്രഷൻ ഉപയോഗിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. സോ ദീസ് ആർ ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് പേർപ്പസസ് ഓഫ് അഗ്രഷൻ എന്ന് നമ്മൾ പറയും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈപ്സ്
ഓഫ് അഗ്രഷൻ എന്നാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഗ്രഷൻ? അഗ്രഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്, ബട്ട് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ്. സോ വാട്ട് ആർ ദോസ് ഡിഫറെൻറ്റ് ടൈപ്സ്? ഇമ്പൾസീവ് അഗ്രഷൻ, ഇതിനെ നമ്മൾ എഫക്റ്റീവ് അഗ്രഷൻ എന്നും വിളിക്കും. ഇമ്പൾസീവ് അഗ്രഷനെ നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യുന്നത് സ്ട്രോങ് ഇമോഷൻസ് ആണ്. യൂഷ്വലി ആങ്കർ ആണ് ഈ ഇമ്പൾസീവ് അഗ്രഷൻ്റെ അടിയിൽ വരുന്നത്. ഈ ഫോം ഓഫ് അഗ്രഷൻ എന്ന് പറയുന്നത് പ്ലാൻഡ് അല്ല, ആൻഡ് ഓഫൻ നമ്മുടെ ഒരു ഹീറ്റ് ഓഫ് ദ മൊമെൻ്റ് ഉണ്ടല്ലോ, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഇമ്പൾസീവ് അഗ്രഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ് ഇസ് നോട്ട് പ്ലാൻഡ്, ഇറ്റ് ഹാപ്പൻസ് ഇൻ ദ ഹീറ്റ് ഓഫ് ദ മൊമെൻറ്റ്. ഒരു വാഗ്വാദത്തിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നായിരിക്കും ഇവിടെ അഗ്രഷൻ നടക്കുന്നത്. സോ ദിസ് ഇസ് ഇമ്പൾസീവ് അഗ്രഷൻ. ഇവിടെ യൂഷ്വലി സ്ട്രോങ് ഇമോഷൻസ് ആണ്, ആൻഡ് യൂഷ്വലി that is anger. When another car cuts you off in traffic and you begin yelling and berating the other driver, you are experiencing impulsive aggression. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ പോവുകയാണ്, എന്തിനാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ റീച്ച് ചെയ്യാൻ. അപ്പോൾ അതേ സമയത്ത് ഓപ്പോസിറ്റ് ലെയിനിലുള്ള ഒരാൾ നമ്മളെ കട്ട് ചെയ്ത് നേരെ പോവുകയാണെങ്കിൽ ദെൻ വി ഗെറ്റ് വെരി ആംഗ്രി, റൈറ്റ്? ബിക്കോസ് നമുക്ക് പെട്ടെന്നാണ് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തേണ്ടത്. സോ ഈ ഒരു സമയത്തെ ആങ്കർ, ഈ ഒരു സമയത്തെ ദേഷ്യത്തിൽ നമ്മൾ ചിലപ്പോൾ അയാളോട് പറയും എവിടെ നോക്കിയാണ് ഓടിക്കുന്നതെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചോദിച്ച് കളയും. അപ്പോൾ ആ ഒരു ആങ്കർ എന്ന് പറയുന്നത് പ്ലാൻഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇറ്റ്സ് ബിക്കോസ് ഓഫ് യുവർ സ്ട്രോങ് ഇമോഷൻ ലൈക്ക് ആങ്കർ. സോ ഇതിനെയാണ് നമ്മൾ ഇമ്പൾസീവ് അഗ്രഷൻ അല്ലെങ്കിൽ നമ്മൾ അഫക്റ്റീവ് അഗ്രഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇവിടെ റിസർച്ച് സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇമ്പൾസീവ് അഗ്രഷൻ എസ്പെഷ്യലി വെൻ ഇറ്റ്സ് കോസ്ഡ് ബൈ ആങ്കർ ട്രിഗേഴ്സ് ദി അക്യൂട്ട് ത്രെറ്റ് റെസ്പോൺസ് സിസ്റ്റം ഇൻ ദ ബ്രെയിൻ ഇൻവോൾവിംഗ് ദി എമിഗ്ഡല, ഹൈപ്പോഥാലമസ് ആൻഡ് പെരിയാക്വിഡക്ടൽ ഗ്രേ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ റിസർച്ച് സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇമ്പൾസീവ് അഗ്രഷൻ എസ്പെഷ്യലി ആങ്കറാലെ കോസ് ആവുന്ന നമ്മുടെ ഇമ്പൾസീവ് അഗ്രഷൻ ട്രിഗർ ചെയ്യുന്നത് നമ്മുടെ അക്യൂട്ട് ത്രെറ്റ് റെസ്പോൺസ് സിസ്റ്റമാണ്. ഇതെവിടെയാണ് ഇത് ഇൻവോൾവ് ചെയ്യുന്നത്? നമ്മുടെ ബ്രെയിനിലെ അമിഗ്ഡല, ഹൈപ്പോഥാലമസ്, പെരിയാക്വിഡക്ടൽ ഗ്രേയുമാണ് ഇവിടെ ഇൻവോൾവ് ആവുന്ന സ്ട്രക്ചേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ വരുന്നത് ഇൻസ്ട്രുമെൻ്റൽ അഗ്രഷനാണ്. നമ്മൾ ഇമ്പൾസീവ് കണ്ടു, ഇനി ഇൻസ്ട്രുമെൻ്റൽ അഗ്രഷൻ. ഇതിനെ പ്രിഡേറ്ററി അഗ്രഷൻ എന്നും നമ്മൾ പറയും. ഇതിനെ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബൈ ബിഹേവിയേഴ്സ് ദാറ്റ് ആർ ഇൻറ്റൻറ്റഡ് ടു അച്ചീവ് എ ലാർജർ ഗോൾ. ഒരു ലാർജ് ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ബിഹേവിയേഴ്സാണ് ഇവിടെ ഇൻസ്ട്രുമെൻ്റൽ അഗ്രഷൻ്റെ അടിയിൽ വരുന്നത്. ഇൻസ്ട്രുമെൻ്റൽ അഗ്രഷൻ ഓഫൻ യൂഷ്വലി പ്ലാൻഡ് ആണ്, കെയർഫുള്ളി പ്ലാൻഡ് ആണ് ഈ ഇൻസ്ട്രുമെൻ്റൽ അഗ്രഷൻ എന്ന് പറയുന്നത്. ആൻഡ് യൂഷ്വലി എക്സിസ്റ്റ് ആസ് എ മീൻസ് ടു എൻ എൻഡ്. ഒരു മീൻസ് ടു എൻ എൻഡ്, ഒരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഇൻസ്ട്രുമെൻ്റൽ അഗ്രഷൻ യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഓഫൻ കെയർഫുള്ളി പ്ലാൻഡുമാണ്. നേരത്തെ നമ്മൾ കണ്ടത് കെയർഫുള്ളി പ്ലാൻഡ് അല്ല, ഹീറ്റ് ഓഫ് ദ മൊമെൻറ്റിൽ നടക്കുന്നതാണ്. ബട്ട് ഇൻസ്ട്രുമെൻ്റൽ അഗ്രഷൻ എന്ന് പറയുന്നത് കെയർഫുള്ളി പ്ലാൻഡ് ആണ്. ഹേർട്ടിങ് അനദർ പേഴ്സൺ ഇൻ എ റോബറി ഓർ കാർജാക്കിംഗ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് അഗ്രഷൻ. ഇപ്പം നമ്മളൊരു റോബറിക്ക് പോവാണ്, ഓർ ഇവിടെ റോബേഴ്സ് ഒരു വീട്ടിൽ പോവാണ് ടു റോബ് സംതിങ്. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ഇൻഡിവിജ്വൽസിന് നടക്കുന്ന ഒരു ഹാം, അല്ലെങ്കിൽ അവിടുത്തെ ഒരാളെ അവർ ഡീക്യാപിറ്റേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവർ കിൽ ചെയ്തു, മർഡർ ചെയ്തു എന്നൊരു സംഭവം നടക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് പ്ലാൻഡ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇവിടെ അവർ ഓൾറെഡി കാണുന്നുണ്ട് ദാറ്റ് ഇങ്ങനൊരു റോബറിക്ക് പോകുമ്പോൾ ദർ ഇസ് ഗോയിങ് ടു ബി എ ലോട്ട് ഓഫ് ഡിസ്ട്രാക്ഷൻസ്, ദർ ഇസ് ഗോയിങ് ടു ബി എ ലോട്ട് ഓഫ് ഓപ്പോസിഷൻ. അപ്പോൾ അത് ഫേസ് ചെയ്യാൻ അവർ റെഡി ആയിരിക്കും. സോ ഇവിടെ ഇൻസ്ട്രുമെൻ്റൽ അഗ്രഷൻ എന്ന് പറയുന്നത് പ്രിഡറ്ററി അഗ്രഷൻ കൂടിയാണ്. എന്താണത്? ഒരു ലാർജർ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് ആൻഡ് കെയർഫുള്ളി പ്ലാൻഡുമായിരിക്കും. പിന്നെ വരുന്നത് ഇവിടെ ദി അഗ്രസേഴ്സ് ഗോൾ എന്ന് പറയുന്നത് ഇസ് ടു ഒബ്റ്റെയിൻ മണി ഓർ വെഹിക്കിൾ ആൻഡ് ഹാർമിങ് അനദർ ഇൻഡിവിജ്വൽ ഇസ് ദ മീൻസ് ടു അച്ചീവ് ദാറ്റ് എയിം. ഇവിടെ റോബറിയുടെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ ഇവിടെ അവരുടെ ഗോൾ എന്ന് പറയുന്നത് അവിടുത്തെ പൈസ അടിച്ചു മാറ്റുക, അല്ലെങ്കിൽ അവിടുത്തെ വാല്യുബിൾസ് എടുക്കുക. ആൻഡ് അത് അച്ചീവ് ചെയ്യാനുള്ള മീൻസ് എന്താണ്? ടു കിൽ സമൺ ഇൻ ദാറ്റ് ഹൗസ് ഓർ ടു ഹാം ദം എന്നുള്ളതാണ് ഇവിടെ ഇൻസ്ട്രുമെൻ്റൽ അഗ്രഷൻ അടിയിൽ നമ്മൾ കാണുന്നത്. പിന്നെ വരുന്നത് ഫാക്ടേഴ്സ് ദാറ്റ് കെൻ ഇൻഫ്ലുവൻസ് അഗ്രഷനാണ്. അഗ്രഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ആദ്യം തന്നെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇവിടെ മെൻ ആർ മോർ ലൈക്ലി ദാൻ വിമൻ ടു എൻഗേജ് ഇൻ ഫിസിക്കൽ അഗ്രഷൻ. ഇവിടെ മെൻ ആണ് കുറച്ചുകൂടെ ഫിസിക്കൽ അഗ്രഷനിൽ എൻഗേജ് ചെയ്യാറുള്ളത് റാദർ ദാൻ വിമൻ. അതാണ് ഇവിടെ ബയോളജിക്കലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മെന്നിനാണ് കുറച്ചുകൂടെ ഒരു ഫിസിക്കൽ അഗ്രഷൻ എന്നുള്ള ചായ്വ്, അല്ലെങ്കിൽ മെൻ ആണ് കുറച്ചുകൂടെ ഫിസിക്കൽ അഗ്രഷനിൽ ഇൻവോൾവ് ആവുന്നത് റാദർ ദാൻ വിമൻ. പക്ഷേ ഇവിടെ റിസർച്ചേഴ്സ് ഫൈൻഡ് ചെയ്ത വേറൊരു കാര്യം കൂടെ എന്താണെന്ന് വെച്ചാൽ വിമൻ ആർ ലെസ് ലൈക്ലി ടു എൻഗേജ് ഇൻ ഫിസിക്കൽ അഗ്രഷൻ. പക്ഷേ വിമൻ ഡു യൂസ് നോൺ ഫിസിക്കൽ ഫോംസ് സച്ച് ആസ് വെർബൽ അഗ്രഷൻ, റിലേഷണൽ അഗ്രഷൻ ആൻഡ് സോഷ്യൽ റിജക്ഷൻ. ഇവിടെ എന്താണ് പറയുന്നത്? മെൻ ആണ് ഫിസിക്കൽ അഗ്രഷൻ കുറച്ചുകൂടെ ചെയ്ത് റാദർ ദാൻ വിമൻ. പക്ഷേ റിസർച്ച് സജസ്റ്റ് ചെയ്യുന്ന വേറൊരു കാര്യം, ഫിസിക്കൽ അഗ്രഷൻ അല്ലാത്ത വെർബൽ അഗ്രഷനിൽ വിമൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ആൻഡ് വിമൻ കോമൺലി യൂസ് ചെയ്യുന്ന എന്താണ്? വെർബൽ അഗ്രഷൻ ആവാം, സോഷ്യൽ റിജക്ഷൻ ആവാം, റിലേഷണൽ അഗ്രഷൻ ആവാം. ഇവിടെ
നോൺ ഫിസിക്കൽ ആയിട്ടുള്ള ഫോംസ് ഓഫ് അഗ്രഷൻ വിമൻ യൂസ് ചെയ്യുന്നുണ്ട് ബയോളജിക്കലി എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ വരുന്നത് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആണ്. നിങ്ങളെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവന്നത്, വാട്ട് വാസ് ദി എൻവയൺമെൻറ്റ് യു ഗ്രൂ അപ്പ് ഇൻ, അതും ഒരു റോൾ നമ്മുടെ അഗ്രഷനിൽ പ്ലേ ചെയ്യും. പീപ്പിൾ ഹു ഗ്രൂ അപ്പ് വിറ്റ്നസിങ് മോർ ഫോംസ് ഓഫ് അഗ്രഷൻ ആർ മോർ ലൈക്ലി ടു ബിലീവ് ദാറ്റ് സച്ച് വയലൻസ് ആൻഡ് ഹോസ്റ്റിലിറ്റി ആർ സോഷ്യലി അക്സെപ്റ്റബിൾ. ഇപ്പം നമ്മുടെ ഒരു ഏരിയ, നമ്മൾ വളർന്നു വരുന്ന ഏരിയയിൽ അഗ്രഷൻ വളരെ കൂടിയ ഒരു ഏരിയ ആണെങ്കിൽ അവിടെ വളർന്നു വരുന്ന പിള്ളേരും വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അവിടെ വളർന്നു വരുന്ന കുട്ടികളും വിശ്വസിക്കുന്ന എന്താണെന്ന് വെച്ചാൽ വയലൻസും ഹോസ്റ്റിലിറ്റിയും സോഷ്യലി അക്സെപ്റ്റബിൾ ആണ് എന്ന വിശ്വാസത്തിലേക്ക് വരികയാണ്. ബിക്കോസ് അവരുടെ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ എന്താണ് പറയുന്നത്, വേ യു ഗ്രോ അപ്പ് ഓൾസോ പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ. ഇപ്പോൾ ബണ്ടൂരയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ബോബോഡോൾ എക്സ്പെരിമെൻറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ബണ്ടൂരയുടെ എക്സ്പെരിമെൻറ്റിൽ ഒരു ഡോൾ, ഒരു വളരെ വലിയ ഡോള്, ആ ഡോൾ ഇങ്ങനെ കാറ്റ് നിറച്ച ഡോളുകളില്ലേ, നമ്മളൊന്നിടിച്ചാൽ അതിൽ തിരിച്ചിങ്ങനെ വരുന്ന ടൈപ്പ് ഡോൾ, അപ്പോൾ അങ്ങനത്തെ ഒരു ഡോളിനെ പിള്ളേരുടെ കൊടുക്കുകയാണ്. ബിഫോർ ഗിവിങ് ഇറ്റ് ടു ചിൽഡ്രൻ, 2 ഗ്രൂപ്പ്സായിട്ട് ചിൽഡ്രനെ ഡിവൈഡ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രന് ഒരു TV കാണിച്ചു, ഇൻ വിച്ച് അതിൻ്റെ അകത്തൊരു അഡൽട്ട് ബോബോഡോളിനെ ഇടിക്കുകയാണ്, കോൺസ്റ്റൻ്റ്ലി ഇടിക്കുകയാണ്. ആൻഡ് അവിടെ അഡൽട്ടിന് റിവാർഡാണ് കിട്ടുന്നത് വെൻ ഹി ഓർ ഷീ ഹിറ്റ്സ് ദ ഡോൾ. പിന്നെ അടുത്ത ഗ്രൂപ്പിനെ കാണിച്ചത് ബോബോഡോളിനെ ഒരു അഡൽട്ട് വീണ്ടും ഇടിക്കുകയാണ്, വീണ്ടും അടിക്കുകയാണ്. പക്ഷേ ആ ഒരു പേഴ്സണിന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ ഒരു എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞപ്പോൾ ആ ഒരു പേഴ്സണിന് പണിഷ്മെൻറ്റാണ് കിട്ടിയത്. സോ ആദ്യത്തെ ബിഹേവിയർ കണ്ട സ്റ്റുഡൻസ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അവരെ ബോബോഡോളിൻ്റെ കൂടെ വെറുതെ വിട്ടപ്പോൾ അവരും ബോബോഡോളിനെ അടിക്കാൻ തുടങ്ങി, അവരും ബോബോഡോളിനെ കിക്ക് ചെയ്യാൻ തുടങ്ങി. ഇതാണ് ആദ്യത്തെ ഒരു ഗ്രൂപ്പിൽ നടന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ എന്താണ് നടന്നത്, ദേ വിറ്റ്നസ്ഡ് ദാറ്റ് ബോബോഡോളിനെ ഇടിക്കുന്ന ഒരാൾക്ക് പണിഷ്മെൻ്റ് ആണ് അവർ വിറ്റ്നസ് ചെയ്തത്. അപ്പോൾ അവരെന്താ ചെയ്തത്, അവർ ബോബോഡോളിനെ ഒന്നും ചെയ്തില്ല, അവർ അറ്റാക്ക് ഒന്നും ചെയ്തില്ല. സോ ഇവിടെ കാണിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ പറയുന്നത് എന്താണ്, ഇവിടെ നമ്മുടെ എൻവയൺമെൻറ്റ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇറ്റ് വിൽ ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് ഓർ ലേൺ എന്താണ് സോഷ്യലി അക്സെപ്റ്റബിൾ. ഇപ്പം നമ്മുടെ ഏരിയയിൽ അഗ്രഷൻ വളരെ കൂടുതലാണെങ്കിൽ അത് സോഷ്യലി അക്സെപ്റ്റബിൾ ആണ്, വയലൻസ് സോഷ്യലി അക്സെപ്റ്റബിൾ ആണ് എന്നുള്ളൊരു രീതിയിലുള്ള ബ്രിങ് അപ്പ് ആയിരിക്കും ഇവർക്ക് നടക്കുന്നത്. പിന്നല്ലാതെ വേറെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, എപ്പിലെപ്സി, ഡിമെൻഷ്യ, സൈക്കോസിസ്, ആൽക്കഹോൾ അബ്യൂസ്, ഡ്രഗ് യൂസ്, ബ്രെയിൻ ഇഞ്ചുറി ഓർ അബ്നോർമാലിറ്റീസ് കെൻ ഓൾസോ ഇൻഫ്ലുവൻസ് അഗ്രഷൻ. എപ്പിലെപ്സി അല്ലെങ്കിൽ നമ്മുടെ ഡിമെൻഷ്യ അല്ലെങ്കിൽ സൈക്കോസിസ്, സൈക്കോളജിക്കലി എന്തെങ്കിലും ഡിസോർഡർ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ ആൽക്കഹോൾ അബ്യൂസ്, അല്ലെങ്കിൽ നമ്മുടെ ഡ്രഗ് യൂസ്, എന്തെങ്കിലും ബ്രെയിൻ ഇഞ്ചുറി, ഇങ്ങനത്തെ കാര്യങ്ങളും നമ്മുടെ അഗ്രഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാം എന്നുള്ള അതർ ഫാക്ടേഴ്സാണ്. ഇനി നമ്മൾ നോക്കുന്ന തിയറീസ് ഓഫ് അഗ്രഷൻ ആണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് തിയറീസ് ഓഫ് അഗ്രഷൻ? എല്ലാ ഒരു കാര്യത്തിനും, ഇപ്പോൾ പേഴ്സണാലിറ്റി എടുക്കുകയാണ്, അല്ലെങ്കിൽ ഇൻ്റലിജൻസ് എടുക്കുകയാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഡിഫറെൻറ്റ് തിയറീസ് ഉണ്ട്. അതുപോലെ തന്നെ അഗ്രഷനും ഡിഫറെൻറ്റ് തിയറീസ് ഉണ്ട്. നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന തിയറീസ് എന്ന് പറയുന്നത് സൈക്കോ ഡൈനമിക് തിയറി ഓഫ് അഗ്രഷൻ, ഫ്രസ്ട്രേഷൻ തിയറി ഓഫ് അഗ്രഷൻ, കോഗ്നിറ്റീവ് ന്യൂ അസോസിയേഷൻ തിയറി ഓഫ് അഗ്രഷൻ, സോഷ്യൽ ലേണിംഗ് തിയറി ഓഫ് അഗ്രഷൻ, script theory of learning aggression, excitation transfer theory of aggression, social interaction theory of aggression and general aggression model. ഇത്രയും തിയറീസ് ആണ് നമ്മൾ ഈ സെക്ഷനിൽ കവർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സൈക്കോ ഡൈനമിക് തിയറി ഓഫ് അഗ്രഷൻ, സൈക്കോ ഡൈനമിക് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇറ്റ്സ് ഫ്രോയിഡ്. സോ ഇവിടെ സൈക്കോ ഡൈനമിക് തിയറി ഓഫ് അഗ്രഷനിൽ ഫ്രോയിഡ് ആർഗ്യൂ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഹ്യൂമൻ ബീയിങ്സിന് 2 ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിങ്ക്റ്റ് ആണുള്ളത്, ഈറോസും താനറ്റോസും. ഈറോസ് എന്ന് പറയുന്നത് ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റും ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, താനറ്റോസ് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ കോൺഫ്ലിക്റ്റ്, അതായത് ലൈഫും ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് സെൽഫ് ഡിസ്ട്രക്റ്റീവ് ടെൻഡൻസിയിലോട്ട് ലീഡ് ചെയ്യുന്നത്. ആൻഡ് ഇത് ഇൻ ടേൺ ലീഡ് ചെയ്യുന്നത് അഗ്രസീവ് ബിഹേവിയറിലോട്ടാണ്. അപ്പോൾ ഫ്രോയിഡ് എന്താണ് പറഞ്ഞത്, 2 ഇൻസ്റ്റിങ്ക്റ്റ് ആണ് നമുക്കുള്ളത്, ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റും ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റും, ഈറോസും താനറ്റോസും. ഈ 2 ഇൻസ്റ്റിങ്ക്റ്റ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഇവിടെ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ടെൻഡൻസീസിലോട്ട് ലീഡ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇൻ ടേൺ ലീഡ്സ് ടു അഗ്രസീവ് ബിഹേവിയർ. ആൻഡ് ഈ സ്ട്രഗിൾ ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻഷൻ ബിൽഡപ്പ് ചെയ്യും നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ. ഈ ടെൻഷനെ റിലീസ് ചെയ്യണം ഈതർ നമ്മുടെ സൂട്ടബിൾ ഔട്ട്ലെറ്റിലൂടെ, അതായത് സ്പോർട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലൂടെ, സബ്ലിമേഷനിൽ കൂടെ നമ്മൾ കുറച്ചുകൂടെ സോഷ്യലി അക്സെപ്റ്റബിൾ രീതിയിൽ ഈ ഒരു ടെൻഷനെ, ഈ ഒരു അൺകോൺഷ്യസ് മൈൻഡിലുള്ള ടെൻഷനെ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റിനെ നമ്മൾ റിലീസ് ചെയ്യണം. അല്ലെങ്കിൽ ഓൺ ടു അതേഴ്സ് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യണം, ബാക്കിയുള്ളവരിലോട്ട് ഈ ആങ്കർ പ്രൊജക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവരിലോട്ട് ഈ ആങ്കർ ഡിസ്പ്ലേസ് ചെയ്യണം. ഇവിടെ ഫെയിലിയർ ടു റിലീവ് ദീസ് അഗ്രസീവ് ഇമ്പൾസസ്, അതായത് ഈ അഗ്രസീവ് ഇമ്പൾസസിനെ റിലീവ് ചെയ്യാനുള്ളൊരു ഫെയിലിയർ റിസൾട്ട് ചെയ്യുന്നത് ഒരു ബേസ്റ്റ് ഓഫ്
അൺകൺട്രോളബിൾ അഗ്രഷനിലായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു കോൺഫ്ലിക്റ്റിനെ അല്ലെങ്കിൽ ഈ ഒരു ടെൻഷനെ നമ്മൾ റിലീവ് ചെയ്തില്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ഇതിങ്ങനെ കൂടി അവസാനം ബേസ്റ്റ് ആവുകയാണ് ടു ആൻ അൺകൺട്രോളബിൾ ലെവൽ ഓഫ് അഗ്രഷൻ. ആൻഡ് ഇവിടെ ഈ തിയറി ഓഫ് ഫ്രോയിഡിനെ നമ്മൾ ഹൈഡ്രോളിക് മോഡൽ ഓഫ് അഗ്രഷൻ എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ ഇതിനെ എന്താണ് നമ്മൾ വിളിക്കുന്നത്? സൈക്കോഡൈനമിക് തിയറി ഓഫ് അഗ്രഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് മോഡൽ ഓഫ് അഗ്രഷൻ എന്ന് നമ്മൾ വിളിക്കും. പിന്നെ വരുന്നത് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറിയാണ്. ഇത് എസെൻഷ്യലി ഒരു ബിഹേവിയറിസ്റ്റ് അപ്രോച്ചാണ്. ഇത് സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അഗ്രഷൻ ഒരു ലേൺഡ് എക്സ്പ്രഷനാണ് അല്ലെങ്കിൽ ഒരു ലേൺഡ് റെസ്പോൺസ് ആണ് ടു ഫ്രസ്ട്രേഷൻ. അഗ്രഷൻ എന്താണ്? ഒരു ലേൺഡ് റെസ്പോൺസ് ആണ് ടു ഫ്രസ്ട്രേഷൻ എന്നാണ് നമ്മുടെ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി എന്ന് പറയുന്നത്. ഇതൊരു ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് ആയതുകൊണ്ടാണ് ലേൺഡ് റെസ്പോൺസ് ടു ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഫ്രസ്ട്രേഷൻ ഒക്കർ ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വൽ എക്സ്പോസ്ഡ് ആണ് എക്സ്റ്റേണൽ സിറ്റുവേഷനിലൂടെ ആൻഡ് ഇത് ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ആങ്കർ കോസ് ചെയ്യുമ്പോൾ, ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ആങ്കർ കോസ് ചെയ്യുന്ന എന്തെങ്കിലും സ്റ്റിമുലസ് ഉള്ളപ്പോഴാണ് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്. ആൻഡ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലാണ്, ഒരു ഓഫീസിൽ ചെല്ലാണ്. ആ ഓഫീസിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഓഫീസ് തന്നെ എടുത്തു. പോസ്റ്റ് ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ നമുക്കൊരു സാധനം പോസ്റ്റ് ചെയ്തിട്ട് ഇറങ്ങിയാൽ മതി. നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഒരു സിമ്പിൾ സാധനമേ കാണുള്ളൂ, പക്ഷേ അവിടെ ചെല്ലുമ്പോൾ വലിയൊരു ക്യൂ തന്നെ കാണും ആൻഡ് അവിടെ ഒത്തിരി ആൾക്കാർ കാണും. സോ ഇവിടെ ഈ ഒരു പ്രൊലോങ്ഡ് ക്യൂ എന്ന് പറയുമ്പോൾ അതൊരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ആണ്. ദാറ്റ് ലീഡ്സ് ടു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഡിസ്കംഫർട്ട്. അയ്യോ ഇത്രയും നേരം ഇനി ഇവിടെ നിൽക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ വി ആർ ഫ്രസ്ട്രേറ്റഡ് അല്ലെങ്കിൽ ദിസ് ലീഡ്സ് ടു നമ്മുടെ ഒരു അഗ്രഷൻ ഇൻ അസ്. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. ഈ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസിനെ നമ്മൾ ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്ന് നമ്മൾ പറയും. ഇതിനെ നമ്മൾ എന്തായിട്ടും പറയും? ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്നും പറയും. ഡോളാർഡ് ആണ് ഇവിടെ കൺസിഡേർഡ് ടു ഹാവ് പ്രൊപ്പൗണ്ടഡ് ദിസ് തിയറി. ഈ തിയറി പ്രൊപ്പൗണ്ട് ചെയ്തത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡോളാർഡ് ആണ്. പിന്നെ വരുന്നത് കോഗ്നിറ്റീവ് നിയോ അസോസിയേഷൻ തിയറി ഓഫ് അഗ്രഷൻ. എന്താണ് പിന്നെ അടുത്തത്? കോഗ്നിറ്റീവ് നിയോ അസോസിയേഷൻ തിയറി ഓഫ് അഗ്രഷൻ. ഇവിടെ ബർക്കോവിറ്റ്സ് ആണ് പ്രപ്പോസ് ചെയ്തത് ദാറ്റ് അവേഴ്സീവ് ഇവൻറ്റ്സ്, അതായത് ഫ്രസ്ട്രേഷൻ പോലെ, പ്രൊവക്കേഷൻസ് പോലെ, ലൗഡ് നോയ്സസ് പോലുള്ള എന്തൊരു അവേഴ്സീവ് ഇവൻറ്റും ആയിക്കോട്ടെ ഇതൊരു നെഗറ്റീവ് എഫക്റ്റ് നമ്മളിൽ ക്രിയേറ്റ് ചെയ്യും എന്ന് പറഞ്ഞത് ബർക്കോവിറ്റ്സ് ആണ്. ബർക്കോവിറ്റ്സ് എന്താണ് പറഞ്ഞത്? അവേഴ്സീവ് ഇവൻറ്റ്സ് ആയ ഫ്രസ്ട്രേഷൻ ആയിക്കോട്ടെ, ലൗഡ് നോയ്സസ് ആയിക്കോട്ടെ, അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മളിൽ ഒരു നെഗറ്റീവ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഈ നെഗറ്റീവ് എഫക്റ്റ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വേരിയസ് തോട്ട്സ് ആണ്. എന്തൊക്കെ തോട്ട്സ് ആണ്? മെമ്മറീസ് ആവാം, എക്സ്പ്രസീവ് മോട്ടർ റിയാക്ഷൻ ആവാം, ഫിസിയോളജിക്കൽ റെസ്പോൺസസ് ആവാം. ഇത് അസോസിയേറ്റ് ചെയ്യുന്നത് ബോത്ത് ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസ് ആയിട്ടാണ്, ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് ടെൻഡൻസിയുമായിട്ടാണ് ഇത് അസോസിയേറ്റഡ് ആവുന്നത്. സോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ ബർക്കോവിറ്റ്സ് പ്രപ്പോസ് ചെയ്തത് അവേഴ്സീവ് ഇവൻറ്റ്സ് ആയ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ടെമ്പറേച്ചർ ഇതൊക്കെ നമ്മളിൽ ഒരു നെഗറ്റീവ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഈ നെഗറ്റീവ് എഫക്റ്റ് ഇൻഫാക്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് പല ടൈപ്പ് തോട്ട്സ് ആയിരിക്കും, മെമ്മറീസ് ആയിരിക്കും, എക്സ്പ്രസീവ് മോട്ടർ റിയാക്ഷൻ ഒക്കെ നമ്മളിൽ സ്റ്റിമുലേറ്റ് ചെയ്യും. ആൻഡ് ഇൻ ടേൺ ഇത് അസോസിയേറ്റ് ആവുന്നത് ബോത്ത് ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് ടെൻഡൻസിയുമായിട്ടാണ്. ഇൻ കോഗ്നിറ്റീവ് നിയോ അസോസിയേഷൻ തിയറി അഗ്രസീവ് തോട്ട്സ് ആയിക്കോട്ടെ, ഇമോഷൻസ് ആയിക്കോട്ടെ, ബിഹേവിയറൽ ടെൻഡൻസീസ് ആയിക്കോട്ടെ ഇതൊക്കെ മെമ്മറിയിൽ ലിങ്ക്ഡ് ടുഗെദർ ആണ്. ഈ തിയറി നോട്ട് ഓൺലി subsumes the earlier frustration aggression hypothesis but also provides a causal mechanism for explaining why aversive events increase aggression inclinations. ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ പറയുന്നത് ഈ തിയറി നമ്മുടെ നേരത്തെ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസിനെ സബ്സ്യൂം ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, പക്ഷെ ഒരു കാഷ്വൽ മെക്കാനിസം ഉണ്ട് അല്ലെങ്കിൽ ഒരു കാഷ്വൽ മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിന്? ടു എക്സ്പ്ലെയിൻ എന്തുകൊണ്ടാണ് അവേഴ്സീവ് ഇവൻറ്റ് നമ്മളിൽ അഗ്രഷൻ ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഗ്രഷനിലോട്ടൊരു ഇൻക്ലിനേഷൻ കൊണ്ടുവരുന്നത്. ഈ മോഡൽ പെർട്ടിക്കുലർലി സൂട്ടഡ് എന്തിനാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളിൽ ഹോസ്റ്റൈൽ അഗ്രഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പെർട്ടിക്കുലർലി യൂസ്ഫുൾ ആണ്. പിന്നെ വരുന്നത് സോഷ്യൽ ലേണിംഗ് തിയറി ഓഫ് അഗ്രഷൻ ആണ്. ഇവിടെ അക്കോർഡിംഗ് ടു സോഷ്യൽ ലേണിംഗ് തിയറീസ് ഓഫ് ബാൻഡൂര ആൻഡ് മിഷൽ, ബാൻഡൂരയുടെ മിഷലിൻ്റെ തിയറി അനുസരിച്ച് പീപ്പിൾ സെയിം വേയിൽ റെസ്പോണ്ട് ചെയ്യും ആസ് ദേ ലേൺ ഫ്രം അതർ ഫോംസ് ഓഫ് സോഷ്യൽ ബിഹേവിയർ ഈദർ ബൈ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഓർ ബൈ ഒബ്സർവിങ് അതേഴ്സ്. ഇവിടെ ബാൻഡൂരയും മിഷലും ലേണിംഗ് തിയറിയിൽ എന്താണ് പറഞ്ഞത്? ആൾക്കാർ ഒരേ രീതിയിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത് ആസ് ദേ ലേൺ ഫ്രം അതർ ഫോംസ് ഓഫ് സോഷ്യൽ ബിഹേവിയർ. ബാക്കിയുള്ള സോഷ്യൽ ബിഹേവിയർ ഫോംസിൽ നിന്ന് പഠിച്ച പോലെ ആയിരിക്കും ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സോഷ്യൽ ലേണിംഗ് തിയറി ഓഫ് അഗ്രഷനിൽ പറയുന്നത്. ഇവിടെ സോഷ്യൽ ലേണിംഗ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആക്വിസിഷൻ ഓഫ് അഗ്രസീവ് ബിഹേവിയർ ആണ് ത്രൂ ഒബ്സർവേഷണൽ ലേണിംഗ് പ്രോസസ്സസ് ആൻഡ് പ്രൊവൈഡ്സ് എ യൂസ്ഫുൾ സെറ്റ് ഓഫ് കോൺസെപ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ്
ആൻഡ് ഡിസ്ക്രൈബിങ് ദ ബിലീഫ്സ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ദാറ്റ് ഗൈഡ് സോഷ്യൽ ബിഹേവിയർ. ബേസിക്കലി ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോഷ്യൽ ബിഹേവിയറിൻ്റെ ഒരു ഭാഗമാണ് അഗ്രഷൻ. ആൻഡ് ഇവിടെ നമ്മൾ പഠിച്ചെടുക്കുന്നതാണ്, അല്ലെങ്കിൽ സോഷ്യൽ സെറ്റിംഗാൽ ഇവിടെ ഇൻഫ്ലുവൻസ്ഡ് ആണ് നമ്മുടെ അഗ്രഷൻ എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ വരുന്ന സ്ക്രിപ്റ്റ് തിയറി ഓഫ് ലേണിംഗ് അഗ്രഷൻ ആണ്. ഇവിടെ ഹ്യൂസ്മാൻ പ്രൊപ്പോസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ചിൽഡ്രൻ വയലൻസ് ഒബ്സർവ് ചെയ്യുമ്പോൾ, അതായത് മാസ് മീഡിയയിൽ, നമ്മുടെ മീഡിയയിൽ കാണുമല്ലോ അഗ്രഷൻ നമ്മൾ കാണും, അത് ഫിലിംസ് ആവാം, അത് നമ്മുടെ ന്യൂസ് ആവാം, ഇങ്ങനത്തെ മീഡിയയിലൂടെ നമ്മൾ അഗ്രഷൻ കാണുന്നുണ്ട്. അപ്പോൾ ചിൽഡ്രൻ ഇത് ഒബ്സർവ് ചെയ്യുമ്പോൾ അവർ അഗ്രസീവ് സ്ക്രിപ്റ്റ് ലേൺ ചെയ്യുകയാണ്. സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻസ് ആവാം, ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുന്നതും ആവാം. ഈ പേഴ്സൺ അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം സെലക്ട് ചെയ്യും ഒരു സ്ക്രിപ്റ്റ്, എന്തിന്, ടു റെപ്രസെൻറ്റ് എ സിറ്റുവേഷൻ ആൻഡ് ദെൻ അസ്യൂംസ് എ റോൾ ഇൻ ദ സ്ക്രിപ്റ്റ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഇവിടെ ഇയാൾ ആദ്യം സെലക്ട് ചെയ്യുന്നത് ഒരു സ്ക്രിപ്റ്റാണ് സിറ്റുവേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ, എന്നിട്ട് പിന്നെ ഒരു റോൾ അസ്യൂം ചെയ്യും. ആൻഡ് സ്ക്രിപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഇറ്റ് മേ ബി റിട്രീവ്ഡ് അറ്റ് സം ലേറ്റർ ടൈം യൂസ്ഡ് ആസ് എ ഗൈഡ് ഫോർ ബിഹേവിയർ. പിന്നെ ഈ സ്ക്രിപ്റ്റിനെ നമ്മൾ ബിഹേവിയറിന് ഒരു ഗൈഡായിട്ട് എടുക്കുകയാണ്. ഇവിടെ ഈ സ്ക്രിപ്റ്റാണ് അഗ്രഷനിലോട്ട് ലീഡ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ വരുന്നത് എക്സൈറ്റേഷൻ ട്രാൻസ്ഫർ തിയറി ഓഫ് അഗ്രഷൻ ആണ്. ഇത് സിൽമൻ ആണ് പ്രപ്പോസ് ചെയ്തത്. ആൻഡ് ഇവിടെ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഫിസിയോളജിക്കൽ അറൗസൽ ഡിസിപ്പേറ്റ്സ് സ്ലോലി. ഫിസിയോളജിക്കൽ ആയിട്ടുള്ള അറൗസൽ സ്ലോലി ഡിസിപ്പേറ്റ് ആയി പോകും. ആൻഡ് ഇഫ് ടു arousing events are separated by a short amount of time, arousal from the first event may be misattributed to the second event. ഇവിടെ എന്താണ് പറയുന്നത്, രണ്ട് അറൗസിങ് ഇവൻറ്റ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുവാണ് ഒരു ഷോർട്ട് അമൗണ്ട് ഓഫ് ടൈമിലേക്ക്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഇവൻറ്റിൻ്റെ അറൗസലിനെ നമ്മൾ മിസ്ആട്രിബ്യൂട്ട് ചെയ്യും സെക്കൻഡ് ഇവൻറ്റിലേക്ക് എന്നാണ് എക്സൈറ്റേഷൻ ട്രാൻസ്ഫർ തിയറി ഓഫ് അഗ്രഷൻ പറയുന്നത്. സോ ഇവിടെ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. രണ്ട് ഇവൻറ്റ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഇവൻറ്റിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആദ്യത്തെ ഇവൻറ്റിൻ്റെ അറൗസൽ നമ്മൾ മിസ്ആട്രിബ്യൂട്ട് ചെയ്യും സെക്കൻഡ് ഇവൻറ്റിലേക്ക്. ഇവിടെ സെക്കൻഡ് ഇവൻറ്റ്, ഇഫ് ദ സെക്കൻഡ് ഇവൻറ്റ് ഇസ് റിലേറ്റഡ് ടു ആങ്കർ, ദെൻ ദി അറൗസൽ ഷുഡ് മേക്ക് ദ പേഴ്സൺ ഈവൻ ആംഗ്രിയർ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, സെക്കൻഡ് ഇവൻറ്റ് ഓൾറെഡി ആങ്കറിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യത്തെ ഇവൻറ്റിൻ്റെ ആട്രിബ്യൂഷൻ നടക്കുമ്പോൾ വീണ്ടും ആംഗ്രിയർ ആവുകയാണ്, ബിക്കോസ് അറൗസൽ ഇവിടെ മാറുകയാണ് സെക്കൻഡ് ഇവൻറ്റിലേക്ക്. ആൻഡ് സെക്കൻഡ് ഇവൻറ്റ് ഓൾറെഡി ആങ്കർ റിലേറ്റഡ് ആകുമ്പോൾ ആങ്കർ വീണ്ടും കൂടുകയാണ്. പിന്നെ വരുന്നത് സോഷ്യൽ ഇൻട്രാക്ഷൻ തിയറി ഓഫ് അഗ്രഷൻ ആണ്. ഇവിടെ ടെഡസ്കി ആൻഡ് ഫെൽസൺ ആണ് പ്രപ്പോസ് ചെയ്യുന്നത് സോഷ്യൽ ഇൻട്രാക്ഷൻ തിയറി. ഈ തിയറി ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് അഗ്രസീവ് ബിഹേവിയറിനെ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസ് ബിഹേവിയർ ആയിട്ടാണ്. ദാറ്റ് ഈസ് ആൻ ആക്ടർ യൂസസ് കോഴ്സീവ് ആക്ഷൻസ് ടു പ്രൊഡ്യൂസ് സം ചേഞ്ച് ഇൻ ദ ടാർഗറ്റ്സ് ബിഹേവിയർ. ആക്ടർ ചിലപ്പോൾ ഒരു കോഴ്സീവ് ആക്ഷൻ എടുക്കുമായിരിക്കും. എന്തിനാണ്, ടാർഗറ്റിൻ്റെ ബിഹേവിയറിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ. സോ ഇവിടെ കോഴ്സീവ് ആക്ഷൻ ക്യാൻ ബി യൂസ്ഡ് ബൈ ആൻ ആക്ടർ ടു പ്രൊവൈഡ് അല്ലെങ്കിൽ ടു ഒബ്റ്റെയിൻ സംതിങ് of value like information, money, goods, sex, services, safety, to exact retributive justice for perceived wrongs, or to bring about desired social and self identities like toughness and competence. ഇവിടെ എന്താണ് പറയുന്നത്, ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് അഗ്രസീവ് ബിഹേവിയറിനെ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസ് ബിഹേവിയർ ആയിട്ടാണ്. അതായത് ഇവിടെ ആക്ടർ കോഴ്സീവ് ആയിട്ടുള്ള ആക്ഷൻസ് യൂസ് ചെയ്ത് ഒരു ചേഞ്ച് പ്രൊഡ്യൂസ് ചെയ്യുവാണ് ടാർഗറ്റിൻ്റെ ബിഹേവിയറിൽ. ഇവിടെ കോഴ്സീവ് ആക്ഷൻസ് എന്തൊക്കെയാവാം, ഇവിടെ കോഴ്സീവ് ആക്ഷൻസ് ക്യാൻ ബി യൂസ് ടു ഒബ്റ്റെയിൻ എന്തൊക്കെയാവാം, ഇവിടെ ഇൻഫർമേഷൻ ആവാം, മണി ആവാം, ഗുഡ്സ് ആവാം, സർവീസസും ആവാം. ആൻഡ് ഇവിടെ ഈ തിയറി പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു എക്സലൻറ്റ് വേ ആണ്. എന്തിന്, ടു അണ്ടർസ്റ്റാൻഡ് നമ്മുടെ റീസെൻറ്റ് ഫൈൻഡിങ്സ് ദാറ്റ് അഗ്രഷൻ ഓഫൻ ഒരു റിസൾട്ടാണ് ഓഫ് ത്രെറ്റ്. Threat to what? Threat to high self-esteem, especially to unwarranted high self-esteem എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ വരുന്നത് ജനറൽ അഗ്രഷൻ മോഡലാണ്. ഇത് ആൻഡേഴ്സണും ബുഷ്മനുമാണ് പ്രപ്പോസ് ചെയ്തത്. ഈ ജനറൽ അഗ്രഷൻ മോഡൽ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാണ് എക്സിസ്റ്റ് ചെയ്യുന്ന മിനി തിയറീസ്, മിനി ആയിട്ടുള്ള കുട്ടി കുട്ടി തിയറീസ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കുന്നതാണ് ജനറൽ അഗ്രഷൻ മോഡൽ എന്ന് നമ്മൾ പറയുന്നത്. ഈ മോഡൽ ബേസ് ചെയ്യുന്നത് തന്നെ കോൺസെപ്റ്റ് ഓഫ് നോളജ് സ്ട്രക്ചേഴ്സിലാണ് ആൻഡ് ഹൗ ദേ ഓപ്പറേറ്റ് ടു പ്രൊഡ്യൂസ് ബിഹേവിയറിലാണ്. ഇവിടെ നോളജ് സ്ട്രക്ചർ അറൈസ് ചെയ്യുന്നത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ്, നമ്മുടെ ഇൻഫ്ലുവൻസിൽ നിന്നാണ്, നമ്മുടെ പെർസെപ്ഷനിൽ നിന്നാണ്. ആൻഡ് ഇത് ക്യാൻ become more or less automatic in some cases. ഇത് ചില കേസസിൽ ഓട്ടോമാറ്റിക്കും ആവാം അല്ലെങ്കിൽ മോർ ഓർ ലെസ് ഓട്ടോമാറ്റിക് ആവാം. ആൻഡ് ഇത് ലിങ്ക്ഡ് ആണ് നമ്മുടെ എഫക്റ്റീവ് സ്റ്റേറ്റ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റുമായിട്ട് ലിങ്ക്ഡ് ആണ്. ആൻഡ് ഇൻ എസെൻസ് ഇത് പറയുന്നത് എന്താണ്, ദേ ആർ യൂസ് ടു ഗൈഡ് റെസ്പോൺസസ് ടു ദി എൻവയൺമെൻറ്റ്. ഇതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് എൻവയൺമെൻറ്റിനോടുള്ള റെസ്പോൺസസ് ഗൈഡ് ചെയ്യാൻ കൂടിയാണ്. ഈ
നോളജ് സ്ട്രക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് പെർസെപ്ച്വൽ സ്കിമാറ്റ ആവാം, പേഴ്സൺ സ്കിമാറ്റ ആവാം, ആൻഡ് ബിഹേവിയറൽ സ്ക്രിപ്റ്റ് ആവാം. ഇത് ഡിഫൈൻ ചെയ്യുന്നത് കൈൻഡ്സ് ഓഫ് ബിഹേവിയർ ആണ് ദാറ്റ് ആർ അപ്രോപ്രിയേറ്റ് ഇൻ സർട്ടൺ സിറ്റുവേഷൻ. പല സിറ്റുവേഷനിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബിഹേവിയർ ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഈ മോഡൽ ഫോക്കസ് ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ പേഴ്സണിലാണ് ആൻഡ് സിറ്റുവേഷൻ ആസ് ദേ റിലേറ്റ് ടു ദ പേഴ്സൺസ് പ്രസൻറ്റ് ഇൻറ്റേർണൽ സ്റ്റേറ്റ്. ആൻഡ് അൾട്ടിമേറ്റ്ലി അപ്രൈസലും ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സും ലീഡ് ചെയ്യുന്നത് ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ തോട്ട്ഫുൾ ആക്ഷനിലോട്ടായിരിക്കും. ആൻഡ് വിച്ച് ഇൻ ടേൺ ഇത് സൈക്കിൾ ചെയ്യുന്നത് അടുത്ത സോഷ്യൽ എൻകൗണ്ടറിലോട്ടും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ കവർ ചെയ്തത് എന്തായിരുന്നു അഗ്രഷൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഗ്രഷൻ, വാട്ട് ആർ ദ ഫോംസ് ഓഫ് അഗ്രഷൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് തിയറീസ് ഓഫ് അഗ്രഷൻ ഒക്കെ ആയിരുന്നു. ഈ സെക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക്. താങ്ക് യു സോ മച്ച്.